അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ ഒരു ടോയ്ലറ്റിനുള്ളിൽ ഒരു ബാത്റൂമിനുള്ളിൽ ഒരു പ്ലംബർ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്നൊക്കെയാണ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ച് ഫ്ലോറിലുള്ള പൈപ്പുകൾ ഫുള്ളായിട്ട് ഇട്ട്, അതായത് അതിൻ്റെ WC ലൈനും അതിൻ്റെ വേസ്റ്റ് വെള്ളത്തിൻ്റെയും എല്ലാ ലൈനുകളും കറക്റ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് എൻ്റെ ക്ലോസറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ WCയുടെ അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ 24.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 220ൻ്റെ ക്ലോസറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 24 ടൈലിൻ്റെ ക്ലിയറൻസും കൂടി ചേർത്ത് 24 സെൻറ്റിമീറ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും കോണിപ്പില്ലാത്ത രീതിയിൽ പൈപ്പ് ഫിക്സ് ചെയ്യുക. അത് കറക്റ്റ് മെഷർമെൻറ്റിന് പൈപ്പ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാപ്പ് നമ്മളിൽ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ 3.5 സെൻറ്റിമീറ്റർ, അതായത് 3.5 ഇഞ്ച് 9 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും ഡിസ്റ്റൻസ് ഇട്ടാണ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിരൽ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ലൈൻ ഇറക്കുമ്പോൾ രണ്ട് ക്ലാമ്പുകളും തമ്മിൽ ചേർത്തടിച്ച് താഴോട്ട് ഇറക്കാൻ സാധിക്കും. ഇവിടെ ഒരു ഷോർട്ട് ബെൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 2 ഇഞ്ച് പൈപ്പിട്ട് ഷോർട്ട് ബെൻഡ് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ലൈനുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനകത്തുള്ള അതായത് ലൂസ് മെറ്റീരിയലുണ്ട്, അതായത് ഡസ്റ്റുകൾ ഫുള്ളായിട്ട് ചൂലിന് അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പൂർണ്ണമായിട്ടും വാട്ടർ പ്രൂഫ് ആഡ് ചെയ്ത് ഗ്രൗട്ട് വീറ്റുന്നതായിരിക്കും. അപ്പോൾ ഫുള്ള് ഗ്രൗട്ട് വീറ്റിന് ശേഷമാണ് അതിൽ മെറ്റൽ ഇടുകയാണ് ചെയ്യുന്നത്. മെറ്റൽ ഇട്ടിട്ട് അതിലൊരു 3-4 ഇഞ്ച് കോൺക്രീറ്റ് ആണ് ഇതിൽ ഇടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കാണിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഈ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കൊരു വെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ള പോർഷൻ ഡ്രൈ ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇത് ഏകദേശം ഒരു 4.25 അടി 7 അടി, അതായത് 4.25 അടി വീതിയും 7 അടി നീളവുമുള്ള അത്യാവശ്യം ഒരു വലിയ ടോയ്ലറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 20 ഇഞ്ചിൻ്റെ ബേസിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹാഫ് ഡസ്റ്റിലാണ്. അപ്പോൾ 220ൻ്റെ ഒരു എക്സ്ക്വേറ്റർ ക്ലോസറ്റും ഒരു ഡൈവർട്ടും സ്പൗട്ടുമാണ് ഒരു ഷവർ ഏരിയയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ തൂത്ത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഗ്രൗട്ട് ചെയ്യാവുന്നതാണ്. ഗ്രൗട്ട് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് നല്ല രീതിയിൽ തന്നെ, അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഗ്യാപ്പുകളും അടഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം. അതായത് ഇതിന് മേലെ വെള്ളം വീറ്റി കഴിഞ്ഞാൽ വെള്ളം ഒരു കാരണവശാലും അടിയിലോട്ട് പോകാത്ത രീതിയിൽ അതേ റേഷ്യയിലായിരിക്കണം സിമെൻറ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ കോൺക്രീറ്റ് ആണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ കൺസീൽഡ് വർക്കുകളെല്ലാം കാണിക്കുന്നതായിരിക്കും.